മക്കളെ, നിങ്ങൾ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് പല കുട്ടികളും നല്ല മാർക്ക് കിട്ടിയിട്ടും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കേസുകൾ, എന്താ പറയുക, NTA നടത്തിയേക്കുന്ന ഈ വലിയ ക്രമക്കേടുകൾ, ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സമയം കളയാണ്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ 500 എബോ 550 എബോ ഒക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുന്ന ആളുകൾ കുറേയുണ്ട്. ഇനി എന്തിന് 650 ഒക്കെ അയക്കുന്ന കുട്ടികൾ ചുമ്മാ അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 620 മാർക്കിന് മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് JPSൽ ഒരു ഫീസും നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. ട്യൂഷൻ ഫീ ആണെങ്കിൽ, ഹോസ്റ്റലാണെങ്കിൽ, മെസ്സാണെങ്കിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ പഠിക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ 600 എബോ സ്കോർ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ, ഹോസ്റ്റൽ ഫീ ഇതൊന്നും വേണ്ടി വരില്ല. മെസ്സിൻ്റെ ഒരു എമൗണ്ട് മാത്രമേ വരൂ. നിങ്ങൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങളൊരു 580 സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും, അതായത് നിങ്ങൾ +2 കഴിഞ്ഞ് ഫസ്റ്റ് റിപ്പീറ്റിൽ തന്നെ മക്കൾ സ്കോർ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ, ഹോസ്റ്റൽ ഫീ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അത് മാത്രമല്ല, ഫസ്റ്റ് ചാൻസിൽ 550 എബോ സ്കോർ ചെയ്ത കുട്ടിക്ക് ട്യൂഷൻ ഫീ മുഴുവനായിട്ടും ഒഴിവാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയാം. നമ്മുടെ ഒരു സൂപ്പർ ബാച്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ, നമ്മുടെ ഒരു ഏറ്റവും സൂപ്പർ ബാച്ച്. ആ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം 32 സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 28 കുട്ടികളോളം ഈ വർഷം നീറ്റ് എക്സാമിൽ ഏറ്റവും നല്ല സ്കോർ ചെയ്തിട്ട് ദാറ്റ് മീൻസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഉറപ്പായിട്ടും ആ ഒരു ബാച്ചിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യാണ്. 100 ഡേയ്സ് കൊണ്ട് നമ്മുടെ പോർഷൻസ് മുഴുവൻ തീർത്ത് ക്വസ്റ്റ്യൻസും എക്സാംസും എഴുതിക്കൊണ്ട് നമ്മൾ മാക്സിമം എത്രത്തോളം എക്സാം എഴുതാൻ പറ്റും അത്രത്തോളം എക്സാം എഴുതി മുന്നോട്ട് പോകുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ വൈകിക്കേണ്ട. ഇനിയും മാർക്ക് കിട്ടിയിട്ടും ചുമ്മാ വീട്ടിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്രോപ്പർ സപ്പോർട്ടാണ്. നിങ്ങൾ എന്തുകൊണ്ട് ആ മാർക്കിനുള്ളിൽ വീണുപോയി ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവുള്ളൂ, നിങ്ങൾക്ക് ചിലപ്പോഴും ഒരു ഇൻഡിവിജ്വൽ കെയർ, ഒരു സപ്പോർട്ട് ചിലപ്പോൾ കിട്ടാതെ പോയിട്ടുണ്ടാവാം. അത് ഉറപ്പായിട്ടും ഇവിടെ JPSൽ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ കൂടെ നിന്ന് പഠിപ്പിക്കാൻ ഇവിടുത്തെ ടീച്ചേഴ്സ് ഓരോ ആളുകളുണ്ട്. ഒരു കാര്യം കൂടെ എടുത്തു പറയാം, JPSൻ്റെ ഈ വർഷത്തെ റിസൾട്ട് തന്നെയാണ്. 711 മാർക്കോളം JPSന്ന് വന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ആദ്യത്തെ 20-നുള്ളിൽ ഒരു റിസൾട്ട് ആയിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഈ ഒരു റിസൾട്ടിലേക്ക് JPS എത്തിയിട്ടുണ്ടെന്നാണെങ്കിൽ അത് വെറും 224 കുട്ടികളിൽ നിന്നാണ്, അല്ലാതെ ആയിരക്കണക്കിനോ 10,000-കണക്കിനോ കുട്ടികളിൽ നിന്നല്ല JPSൻ്റെ റിസൾട്ട്. ഇവിടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരൊരു ഫാമിലി പോലെയാണ്. ഇവിടെ എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് മാക്സിമം അടിപൊളിയായിട്ട് പഠിച്ചവർ മുന്നോട്ട് പോകും. അവരുടെ കൂടെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഉണ്ടാവും, എല്ലാ ഡൗട്ട് ക്ലിയറൻസിനും കൂടെ നിൽക്കാനും പിന്നെ കട്ടയ്ക്ക് നിൽക്കാനും ഒരു കൂട്ടം മെൻറ്റേഴ്സും ഉണ്ട്. സോ ഇനി ആലോചിച്ച് നിൽക്കേണ്ട, പെട്ടെന്ന് തന്നെ JPSലേക്ക് പോകുന്നു. ഇന്ന് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ JPSൻ്റെ ഈ ബാച്ചിൻ്റെ പാർട്ടായിട്ട് മാറുക. ഓക്കെ മക്കളെ, കാണാം നമുക്ക്.